കേരള സർവകലാശാല VC നിയമന സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ നൽകുന്നത് ചർച്ച ചെയ്യാൻ സെനറ്റ് യോഗം വിളിക്കരുതെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. സെനറ്റ് യോഗം ചേരണമെന്ന ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഉത്തരവ് നിയമവിരുദ്ധമാണ്. ഇത് കേരള സർവകലാശാലയിൽ നടപ്പാക്കരുതെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ താൽക്കാലിക VC മോഹനൻ കുന്നുമ്മലിനോട് ആവശ്യപ്പെട്ടു. ശരത് കെ ശശി നൽകും വിവരങ്ങൾ. ശരത്, ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യം എന്താണ്? ഇതിലെന്താണ് താൽക്കാലിക VCയുടെ നിലപാട്? വിനീത, കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലറും അതുപോലെ തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും തമ്മിലുള്ള തർക്കം രൂക്ഷമാവുകയാണ്. നേരത്തെ തന്നെ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വൈസ് ചാൻസലർ നിയമനത്തിന് വേണ്ടിയുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ പലതവണ കത്തയച്ചിരുന്നു. ആ കത്തിനോടൊക്കെ തന്നെ ഒരു കാരണവശാലും അനുകൂലമായ പ്രതികരണമായിരുന്നില്ല ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇപ്പോൾ ഫെബ്രുവരി 16 വീണ്ടും സെനറ്റ് യോഗം വിളിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം വൈസ് ചാൻസലർ നൽകിയിട്ടുണ്ട്. ഈ സെനറ്റ് യോഗം ചേർന്നാണ് സർവകലാശാല പ്രതിനിധിയെ തീരുമാനിക്കേണ്ടത്. അതിൻ്റെ ഭാഗമായാണ് വൈസ് ചാൻസലർ ഫെബ്രുവരി 16 സെനറ്റ് യോഗം വിളിക്കുന്നതിന് തീരുമാനിച്ചത്. എന്നാൽ ആ സെനറ്റ് യോഗം വിളിച്ചു ചേർക്കരുത് എന്നുള്ള ആവശ്യമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വീണ്ടും ഉന്നയിച്ചിരിക്കുന്നത്. നിലവിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, സെനറ്റ് യോഗം വിളിച്ചു ചേർക്കാൻ വേണ്ടി ചാൻസലറായ ഗവർണർക്ക് ഒരു കാരണവശാലും നിർദ്ദേശിക്കാനാകില്ല. അത് UGC ചട്ടങ്ങളിൽ അത്തരമൊരു വ്യവസ്ഥ പറയുന്നില്ല. അതുപോലെ തന്നെ ഈ സെനറ്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കേസുകൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അതുകൊണ്ട് തന്നെ സെനറ്റ് രൂപീകരണം പൂർത്തിയാകുകയും ചെയ്യാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും സെനറ്റ് യോഗം വിളിച്ചു ചേർക്കരുത് എന്ന് താൽക്കാലിക വൈസ് ചാൻസലറായ ഡോക്ടർ മോഹനൻ കുന്നുമേലിനോട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നേരിൽ കണ്ട് ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഷിജു ഖാൻ, R രാജേഷ്, G മുരളീധരൻ എന്നിവരാണ് ഈ ആവശ്യം 2 ദിവസം മുൻപ് VCയെ നേരിൽ കണ്ട് അറിയിച്ചത്. എന്നാൽ VC സെനറ്റ് യോഗം വിളിക്കും എന്നുള്ള നിലപാടിൽ തന്നെയാണുള്ളത്. ചാൻസലറുടെ നിർദ്ദേശപ്രകാരമുള്ള നടപടിയാണ് ഞാൻ സ്വീകരിച്ചു വരുന്നത്. അത് നിയമപരമായി അദ്ദേഹം നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ബാധ്യതയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെനറ്റ് യോഗം വിളിക്കാൻ തീരുമാനിച്ചത് എന്ന് VC വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഏതെങ്കിലും വിധത്തിൽ ചാൻസലറുടെ നിർദ്ദേശത്തോട് എന്തെങ്കിലും വിയോജിപ്പുണ്ട് എങ്കിൽ ആ വിയോജിപ്പ് ചാൻസലറെയാണ് അറിയിക്കേണ്ടത് എന്ന നിലപാടും വൈസ് ചാൻസലർ കൈക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. ശരി, ശരത് കെ ശശിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.